നമസ്കാരം. IPL ടീംസിന്റെ റിട്ടൻഷൻ റിവ്യൂസ് ആണ്. ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മുംബൈ ഇന്ത്യൻസിനെ വെച്ചിട്ടാണ്. മുംബൈ ഇന്ത്യൻസിന്റെ പ്രത്യേകിച്ച് ഫാൻസി ആയിട്ട് ഒന്നും ചെയ്യാത്ത ഒരു റിട്ടൻഷൻ ആയിരുന്നു. പ്രത്യേകിച്ച് വലിയ ബിഗ് നെയിംസിനെ ഒന്നും റിലീസ് ചെയ്തിട്ടില്ല. അവർ അവരുടെ കോറിനെ അങ്ങനെ നിലനിർത്തിയിട്ടുണ്ട്. ചെറിയ ചെറിയ നെയിമുകളാണ് കൂടുതലും റിലീസ് ചെയ്തിരിക്കുന്നത്. ഇനി അവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡിലൂടെ അവർ ഒരു കിടിലൻ 2-3 ട്രാൻസ്ഫേഴ്സ് നടത്തിയിട്ടുണ്ട്. അതായത് മായങ്ക് മാർക്കണ്ടെ അവരുടെ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ റുദർഫോർഡിനെ GT കൊണ്ടുവന്നിട്ടുണ്ട്. ലോർഡ് ഷർദുൽ താക്കൂറിനെ അവർ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു ട്രേഡിലൂടെ അവർ സംഭവിച്ചത്. അത് റിലീസിന്റെ കാര്യം വളരെ നോർമലാണ്. അവർ റിലീസ് ചെയ്ത പ്ലേയേഴ്സിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അർജുൻ ടെണ്ടുൽക്കർ, ബെവോൺ ജേക്കബ്സ്, കരൺ ശർമ്മ, ലിസാർഡ് വില്യംസ്, മുജീബുൾ റഹ്മാൻ, റീസ് ടോപ്ലി, കൃഷ്ണൻ ശ്രീജിത്ത്, സത്യനാരായൺ രാജു, വിഘ്നേഷ് പുത്തൂർ, ഇത്രയും പേരെയാണ് അവർ റിലീസ് ചെയ്തിരിക്കുന്നത്. റീറ്റെയിൻ ചെയ്തിരിക്കുന്ന അവരുടെ ഇപ്പോൾ ഉള്ള ടീം നോക്കുകയാണെങ്കിൽ ഹർദിക് പാണ്ഡ്യ, രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, റിയാൻ റിക്കിൾട്ടൺ, റോബിൻ മിൻസ്, രാജ് ബാവ അങ്കഡ്, അതുപോലെ രഘു ശർമ്മ, മിച്ചൽ സാർട്ട്നർ, കോബിൻ ബോഷ്, നമൻ ധീർ, ജസ്പ്രീത് ബുംറ, ട്രെൻ ബോൾട്ട്, അല്ല ഗസൻഫർ, അശ്വിനി കുമാർ, ദീപക് ചാർ, വിൽ ജാക്സ്, സർഫേൻ റുദർഫോർഡ്, മായങ്ക് മാർക്കണ്ടെ, ഷർദുൽ താക്കൂർ. ലാസ്റ്റ് പറഞ്ഞ 3 പേര് ട്രേഡിലൂടെ വന്നതാണ്. ഇനി ഇപ്പോൾ ഇവരുടെ ഒരു പ്ലേയിങ് 11 നമുക്ക് നോക്കാം. ഇത്രയും ടീമിനെ വെച്ചിട്ട് ഒരു പോസിബിൾ പ്ലേയിങ് 11 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെയും കൂടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് രോഹിത് ശർമ്മ ആൻഡ് റിയാൻ റിക്കിൾട്ടൺ വിൽ ഓപ്പൺ. വിൽ ജാക്സ് ഓപ്പൺ. ശരിക്കും പറഞ്ഞാൽ വിൽ ജാക്സിന്റെ ഒരു പൊസിഷനാണ് ഓപ്പൺ ചെയ്യാന്നുള്ളത്. പക്ഷേ വിൽ ജാക്സിനെ അവർക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം മുംബൈക്ക് പറ്റിയൊരു പ്രശ്നമാണ്. പിന്നെ വിൽ ജാക്സിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് റുദർഫോർഡ് അല്ലെങ്കിൽ വിൽ ജാക്സ് ഉള്ള രീതിയിൽ മാറ്റി ഇറക്കേണ്ടി വരും. റുദർഫോർഡിനെ വിൽ ജാക്സിനെ കളിപ്പിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ സാർട്ട്നർ, ബോഷ്, അല്ല ഗസൻഫർ എന്ന് പറയുന്ന ഒരു സ്പിന്നറുകളുണ്ട്. സോ അവരെയും റിസോഴ്സ് കൂടി പോയിട്ട് അല്ലെങ്കിൽ ചില ഏരിയയിൽ റിസോഴ്സ് കുറഞ്ഞു പോയിട്ടുള്ള പ്രശ്നം, അതിലേക്ക് നമുക്ക് വരാം. നമ്പർ 3 സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹർദിക് പാണ്ഡ്യ, നമൻ ധീർ. അവിടെ ഒരു ഭയങ്കര സ്ട്രോങ് ആണ്. ഇനി അവിടുന്ന് താഴേക്ക് നോക്കുകയാണെങ്കിൽ റുദർഫോർഡിനെ ഒരു ഫിനിഷറായിട്ട് ഇവർ യൂസ് ചെയ്യും. സാർട്ട്നർ അല്ലെങ്കിൽ ബോഷിനെ ഇവർക്ക് കണ്ടീഷൻസ് അനുസരിച്ച് മാറി യൂസ് ചെയ്യാം. മായങ്ക് മാർക്കണ്ടെ ആസ് എ സ്പിന്നർ, ട്രെൻ ബോൾട്ട് ആൻഡ് ജസ്പ്രീത് ബുംറ. ഇതാണ് ഇവരുടെ ഒരു ഇപ്പോൾ ഉള്ളൊരു പ്ലേയിങ് 11. ഇതിനകത്ത് ഇവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചലഞ്ച് ഇവർക്ക് ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിട്ടുള്ളത് റിയാൻ റിക്കിൾട്ടൺ ആണ്. ഇതല്ലാതെ റോബിൻ മിൻസ് എന്ന് പറഞ്ഞ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഉണ്ട്. പക്ഷേ റോബിൻ മിൻസ് കഴിഞ്ഞ പ്രാവശ്യം യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് പ്രൂവ് ചെയ്യാത്തൊരു പ്ലെയറാണ്. സോ റിക്കിൾട്ടൺ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവൈലബിലിറ്റിയുടെ പ്രശ്നമോ ഏതെങ്കിലും രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അവൈലബിലിറ്റി പ്രശ്നം വരുവാണെന്നുണ്ടെങ്കിൽ ഇവർ ഒരു പ്രശ്നത്തിലേക്ക് പോകും. റോബിൻ മിൻസിനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റോബിൻ മിൻസ് ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ അല്ല. അപ്പോൾ അവർക്ക് മിഡിൽ ഓർഡറിൽ യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഇവർക്കുണ്ട്. അതുപോലെ തന്നെ വേറൊരു പ്രശ്നമാണ് പരിക്ക്. ഇവരെ സംബന്ധിച്ച് ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ജസ്പ്രീത് ബുംറ, ഹർദിക് പാണ്ഡ്യ, അതുതന്നെ ട്രെൻ ബോൾട്ട് ഒരുവിധം പ്രായമായ ഒരു പ്ലെയറാണ്. അതുപോലെ ദീപക് ചാർ, ഇവരെല്ലാം പരിക്ക് ഇഞ്ചുറി പോണായിട്ടുള്ള പ്ലെയേഴ്സാണ്. സോ ഇനി വരുന്നത് വളരെ ബിസി ആയിട്ടുള്ള ഒരു ക്രിക്കറ്റിംഗ് സീസണാണ്. ഇപ്പോൾ ഫെബ്രുവരിയിൽ T20 വേൾഡ് കപ്പ് വരുന്നുണ്ട്. അതല്ലാതെ ഒരുപാട് മാച്ചസ് നടക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഇതിലേതെങ്കിലുമൊക്കെ പ്ലെയേഴ്സ് പരിക്ക് സംഭവിക്കാൻ ഇപ്പോൾ തന്നെ ഹർദിക് പാണ്ഡ്യ പരിക്കിലാണ്. അപ്പോൾ മിസ്സാവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ പേഴ്സ് വളരെ കുറവാണെന്നുള്ളത് വേറൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ബാക്കപ്പ് കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും ഫാസ്റ്റ് ബോളിംഗിൽ ഇവർക്ക് ട്രെൻ ബോൾട്ടിന് ബാക്കപ്പ് ആയിട്ടുള്ളൊരു ഈ കോർബിൻ ബോഷ് അല്ലാതെ വേറൊരു ഫാസ്റ്റ് ബോളർ, ഒരു സ്ട്രൈക്ക് ബോളർ ഇവർക്ക് ഇല്ല എന്നുള്ളത്, അതായത് ഓവർസീസ് ഫാസ്റ്റ് ബോളർ ഇല്ല എന്നുള്ളൊരു പ്രശ്നവും ഇവർക്കുണ്ട്. മെയിനായിട്ട് ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ ഇവർക്ക് ബാക്കപ്പായിട്ട് വേണം. പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ കിട്ടുമായിരുന്നുണ്ടെങ്കിൽ ഇവർക്ക് വളരെ നല്ലതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പോലെ ജോണി ബേസ്റ്റോയോ അല്ലെങ്കിൽ അത്യാഗ്രഹം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജാമി സ്മിത്തിനെ പോലുള്ളൊരു പ്ലെയറിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യങ്സ്റ്ററിനെയോ ഒരു ബാക്കപ്പായിട്ട് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ബാക്കപ്പായിട്ട് ഇവർക്ക് തീർച്ചയായിട്ടും വേണം. പിന്നെ മിഡിൽ ഓർഡറിലെല്ലാം ഇവർക്ക് സെറ്റാണ്. ഇവർക്ക് ബാക്കപ്പ് സഹിതം വേണമെന്നുണ്ടെങ്കിലുണ്ട്. പിന്നെ അവിടെ ഒരു നമൻ ധീർ, ഹർദിക് പാണ്ഡ്യ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഇത്ര 4 പേര് ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു മിഡിൽ ഓർഡറാണ്. അപ്പോൾ അവിടെ ഒരാൾ കുറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഇവർ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിരുന്നു. പക്ഷേ ഇവരെല്ലാം ഇവരുടെ കോറിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇത്രയും പേര് അവർ കളിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഈ പറഞ്ഞ പോലുള്ള ഇന്ത്യൻ ഫാസ്റ്റ് ബോളേഴ്സ് അവർക്ക് ധാരാളമായിട്ടുണ്ട്. ദീപക് ചാർ ഉണ്ട്. എനിക്കൊന്ന് ദീപക് ചാർ ഇഞ്ചറി ഫോൺ ആയതുകൊണ്ടാണ് ബാക്കപ്പായിട്ടാണ് ഷർദുൽ താക്കൂറിനെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ വേറെ കണ്ടീഷൻസ്, അനുയോജ്യമായ കണ്ടീഷൻസിൽ യൂസ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ അശ്വിനി കുമാർ ഉണ്ട് ഇവരുടെ കയ്യിൽ. രാജ് അങ്കഡ് ബാവ എന്ന് പറഞ്ഞ ബാക്കപ്സ് ഒക്കെ ഉണ്ട്. മെയിനായിട്ട് ഇവർക്ക് ഓപ്ഷനിലേക്ക് പോകുമ്പോൾ വേണ്ടത് ഒരു ഫാസ്റ്റ് ബോളേഴ്സിന് ബാക്കപ്പ് വേണം, ഒരു വിക്കറ്റ് കീപ്പറിന് ബാക്കപ്പ് വേണം. റോബിൻ മിൻസ് അല്ലാതെ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ഓവർസീസ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ച് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോറാണ് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിലുള്ളത്. പക്ഷേ പരിക്ക് പണി തരുവാണെന്നുണ്ടെങ്കിൽ ഇവർ ബുദ്ധിമുട്ടിലാവും. അതുപോലെ ചില ഏരിയകളിൽ ഓവറായിട്ടുള്ള റിസോഴ്സും ചില ഏരിയകളിൽ റിസോഴ്സ് കുറവും എന്നുള്ളൊരു പ്രശ്നം ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇവരുടെ ബാറ്റിംഗ് ഓർഡർ തിലക് വർമ്മയൊക്കെ പ്രൂവൺ ആയിട്ടുള്ള നമ്പർ 3, നമ്പർ 4 ബാറ്റ്സ്മാനാണ്. പക്ഷേ നമ്പർ 5 ഇറക്കേണ്ടതായിട്ടൊന്നും വന്നു. അപ്പോൾ വീണ്ടും അത് ആവർത്തിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇവരുടെ ഒരു
കോമ്പിനേഷൻ കറക്റ്റ് ആവാതെ വരും ഇവർക്ക് പണി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതല്ലാതെ ഉള്ള റിസോഴ്സിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക, ബാക്കിയുള്ളവരെ ബാക്കപ്പ് ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടീം തന്നെയാണ്. ഇവരുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 2.75 crore ആണ്. 5 crores കൂടി ഇതിന് കൂടെ BCCI കൊടുക്കുന്ന 5 crores കൂടെ ഉണ്ടാവും ഓപ്ഷനിലേക്ക് പോകുമ്പോൾ എന്നാണ് അറിയാനായിട്ട് കഴിയുന്നത്. അതിൻ്റെ ഒരു കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ഇവരുടെ ഒരു 7.75 crores ഉണ്ടാവും. അതുപോലെ സ്ലോട്ട്സ് 5 slots ആണ് ബാക്കിയായിട്ടുള്ളത്. ഒരു ഓവർസീസ് സ്ലോട്ടും ഉണ്ട് ഇവർക്ക്. എന്തായാലും ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ഓപ്ഷന് മുമ്പ് ഒരു ഓപ്ഷൻ പ്രിവ്യൂവിൽ ഏതൊക്കെ പ്ലേയേഴ്സ് ആണ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഒരു ലിസ്റ്റ് കിട്ടും, ഏതൊക്കെ പ്ലേയേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് IPL 2026 ഓപ്ഷനിലേക്ക്. സോ ആ ലിസ്റ്റിൽ നിന്ന് ഏതൊക്കെ പ്ലേയേഴ്സ് മുംബൈ ഇന്ത്യൻസിലേക്ക് വരാൻ സാധ്യതയുണ്ട്, ഏതൊക്കെ പ്ലേയേഴ്സിന് ഇവർക്ക് നോക്കാൻ സാധ്യതയുണ്ട്, ഇവരുടെ ബഡ്ജറ്റിൽ ഒതുങ്ങും, ഇവർക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ പ്രിവ്യൂ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. ഇത് റിട്ടൻഷന്റെ ഒരു റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് മുംബൈ ഇന്ത്യൻസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏതൊക്കെ ആൾക്കാർ ഇവരുടെ ടീമിലേക്ക് വന്നാൽ അല്ല ഇപ്പോൾ ഉള്ള റിട്ടൻഷനിൽ എന്തെങ്കിലും പാളിച്ചകളുണ്ടോ എന്നൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കാം. അപ്പോൾ മറ്റൊരു IPL ടീമിന്റെ ഇതുപോലെ റിട്ടൻഷൻ റിവ്യൂമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.